15 വർഷത്തിന് മുമ്പേ ഞാൻ കേരളത്തിൽ വരുമ്പോൾ എനിക്കൊന്ന് 2021 ഞാൻ കോഴിക്കോട് ആസ്റ്റർ മിംസിൽ ആദ്യം ജോയിൻ ചെയ്യുന്നത്. അന്ന് വളരെ കേരളത്തിൽ തന്നെ ആകെ 2-3 ഹോസ്പിറ്റലിലെ ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ അന്ന് ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. ജീവൻ നിലനിർത്തുന്നതും തിരിച്ച് നോർമൽ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതാണ് ഈ ക്രിട്ടിക്കൽ കെയർ. ഇപ്പോൾ കേരളത്തിൽ ഈ ഗവൺമെൻറ് ആശുപത്രികളിൽ ഇപ്പോഴും ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ആകെ കോട്ടയം മെഡിക്കൽ കോളേജിലും അതേപോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും മാത്രമാണ് ക്രിട്ടിക്കൽ കെയർ ഉള്ളത്. നമുക്കൊരു ഒ പിയിൽ നോക്കുന്ന സമയത്ത് പകൽ മാത്രം നോക്കിയാൽ മതി. ഇത് നമുക്ക് ഗുരുതരമായിട്ടുള്ള രോഗി പകലാണോ രാത്രിയാണോ വരുന്നതെന്നല്ല. അപ്പോൾ 24 മണിക്കൂറും ഈ ഡോക്ടർമാരുടെയും ഞാൻ നേരത്തെ പറഞ്ഞ മറ്റ് ഈ നഴ്സസിൻ്റെയും മറ്റ് ഈ സ്റ്റാഫുകളുടെ ഒക്കെ പ്രവർത്തനം ഐസിയുവിൽ വേണം. നിപ്പ പ്രതിരോധിച്ചു എന്നതിനപ്പുറം ഡോക്ടറിൻ്റെ ഒരു മേഖല എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ കെയർ മേഖലയാണ്. അപ്പോൾ എനിക്ക് വ്യക്തിപരമായി അറിയാൻ വളരെ കൗതുകമുള്ളൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഡോക്ടർ ICUയിലോ അല്ലെങ്കിൽ അത്യാഹിത വിഭാഗത്തിലോ ഒക്കെ ആയിരിക്കുമ്പോൾ നിരവധി രോഗികൾ ഡോക്ടറുടെ അടുത്തേക്ക് ഒരു ദിവസം വരും. ഇപ്പോൾ ഉദാഹരണത്തിന് കൈയൊടിഞ്ഞ ആൾ, കാലൊടിഞ്ഞ ആൾ, ആക്സിഡൻറ്റ് പറ്റിയ ആൾ, ചിലപ്പോൾ ഒരു പാമ്പ് കടിച്ച ആൾ. അപ്പോൾ ഒരു കൂട്ടം രോഗികൾ വരുമ്പോൾ ഡോക്ടർ ഇതിൽ ആർക്കാണ് മുൻഗണന കൊടുക്കുന്നത്? എങ്ങനെയാണ് അതിൻ്റെ ഒരു മെത്തഡോളജി? എങ്ങനെയാണ് ആർക്കാണ് ആദ്യം ചികിത്സ കൊടുക്കേണ്ടതെന്ന് ഡോക്ടർ തീരുമാനിക്കപ്പെടുന്നത്? എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അല്ല, അതിനാണ് നമ്മൾ ട്രയാജ് സിസ്റ്റം എന്ന് പറയാം. താങ്കളുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. അതിൻ്റെ മുമ്പേ നമ്മൾ ആദ്യം താങ്കൾ പറഞ്ഞ രീതിയിലുള്ള ഗുരുതരാവസ്ഥയുള്ള രോഗികളൊക്കെ തന്നെ അത്യാഹിത വിഭാഗം അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വരുന്നത്. അപ്പോൾ അവിടെ ഒരു ട്രയാജ് സംവിധാനം ഉണ്ടാവും. നമ്മൾ രോഗി വരുന്ന സമയത്ത് തന്നെ താങ്കൾ സൂചിപ്പിച്ച പോലെ രോഗിയുടെ ഈ ആരോഗ്യ നില, അവരുടെ ഈ ബ്ലഡ് പ്രഷർ, ഓക്സിജൻ്റെ അവസ്ഥ, ഓർമ്മയിലുള്ള നിലവാരം, ഇതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തി തരംതിരിക്കുകയും അതനുസരിച്ച് ഓരോരുത്തർക്കുള്ള പ്രയോറിറ്റൈസ് ചെയ്തിട്ടാണ് കെയർ കൊടുക്കുക. അപ്പോൾ അതിനുശേഷം സ്റ്റെബിലൈസ് ചെയ്ത ശേഷമാണ് ഈ രോഗിയെ ICUവിൽ ഗുരുതരാവസ്ഥയിലാണെങ്കിൽ ICUവിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഈ ICUവിൽ ഈ രോഗിയെ ചികിത്സിക്കുന്ന വിഭാഗമാണ് ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ. പലരും ഇതിനെ എപ്പോഴും ഇതേപോലെ ഒരുമിച്ചാണ് കാണുന്നത്. അത്യാഹിത വിഭാഗവും അതേപോലെ തന്നെ ICU വിഭാഗവും. എന്നാൽ രണ്ടും വെവ്വേറെയുള്ളതാണ്. ICUവിൽ എമർജൻസി വിഭാഗത്തിൽ ഒരു വളരെ മോശമായി വരുന്ന രോഗിയെ സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ പ്രത്യേകമായിട്ട് ചെയ്യുന്നത്. ജീവൻ നിലനിർത്താൻ വേണ്ട എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ തുടർ ചികിത്സയും നേരത്തെ നിപ്പയൊക്കെ സംഭവിച്ച പോലെ തന്നെ കൃത്യമായ രോഗനിർണയവും മറ്റ് ഇതേ രീതിയിലുള്ള ഉപകരണങ്ങളിലൂടെയൊക്കെ തന്നെ, ജീവൻ രക്ഷാ ഉപകരണങ്ങളിലൂടെയൊക്കെ തന്നെ ജീവൻ നിലനിർത്തുന്നതും തിരിച്ച് നോർമൽ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതാണ് ഈ ക്രിട്ടിക്കൽ കെയർ. അതിപ്പോഴും നമുക്ക് വലിയ രീതിയിലേക്ക് കേരളത്തിൽ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു 15 വർഷമായി ക്രിട്ടിക്കൽ കെയർ പ്രാക്ടീസ് ചെയ്യുന്നത്. 15 വർഷത്തിന് മുമ്പേ ഞാൻ കേരളത്തിൽ വരുമ്പോൾ എനിക്കൊന്ന് 2021 ഞാൻ കോഴിക്കോട് ആസ്റ്റർ മിംസിൽ ആദ്യം ജോയിൻ ചെയ്യുന്നത്. അന്ന് വളരെ കേരളത്തിൽ തന്നെ ആകെ 2-3 ഹോസ്പിറ്റലിലെ ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ അന്ന് ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് കോഴിക്കോട് ആസ്റ്റർ മിംസ്, പിന്നെ അമൃത, അങ്ങനെ 1-2 ഹോസ്പിറ്റൽ, ട്രിവാൻഡ്രം കിംസ്, ആ രീതിയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്കൊക്കെ അന്ന് പഠിക്കുന്ന കാലത്ത് MDക്ക് ശേഷം ഇതിൻ്റെ ട്രെയിനിങ്ങിനുള്ള സംവിധാനങ്ങൾ പോലും ആ സമയത്ത് കേരളത്തിൽ വളരെ ലിമിറ്റഡ് ആയിരുന്നു. അപ്പോൾ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയിട്ടാണ് നമ്മളൊക്കെ ആ സമയത്ത് ട്രെയിനിങ് കിട്ടി വന്നത്. പിന്നീട് ജനങ്ങൾക്കും അതേ രീതിയിൽ തന്നെ ആരോഗ്യ രംഗത്തുള്ളവർക്കൊക്കെ തന്നെ ഈ ഗുരുതരാവസ്ഥയുള്ള രോഗികളെ ചികിത്സിക്കേണ്ട രീതി നമ്മൾ മുമ്പ് അവലംബിച്ചതല്ല എന്നുള്ളതും, ഒരു ഡോക്ടർ നമ്മൾ OPയിൽ കാണുന്ന പോലെയോ വാർഡിൽ കാണുന്ന പോലെയോ ഒരു പ്രാവശ്യം റൗണ്ട്സ് എടുത്ത് ചികിത്സിക്കേണ്ട അവസ്ഥയല്ല എന്നുള്ളത്, രോഗിയുടെ കൂടെ തന്നെ ഡോക്ടർമാർ നിന്നുകൊണ്ട് ഓരോ ചെറിയ വ്യതിയാനങ്ങൾ അനുസരിച്ചിട്ടുള്ള ചികിത്സയിൽ വരുന്ന വ്യത്യാസങ്ങൾ ചെയ്യുകയും മരുന്നിൻ്റെ കാര്യത്തിലാണെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തുകയും ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള ജീവൻ രക്ഷാ മരുന്നുകളും ഈ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് രോഗിയുടെ ജീവൻ നിലനിർത്താനുള്ള ഒരു സംവിധാനം ചെയ്യുക. അതനുസരിച്ച് നമ്മൾ ജീവൻ നിലനിർത്തി കഴിഞ്ഞാൽ പിന്നീട് മെല്ലെ മെല്ലെ നമുക്ക് രോഗം കൃത്യമായി നിർണ്ണയിച്ച് അതനുസരിച്ചുള്ള ചികിത്സ കൊടുക്കുന്നതോടുകൂടി രോഗി ജീവിതത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ 15 വർഷം കൊണ്ട് ഞാൻ കേരളത്തിൽ കണ്ടത്, അന്ന് 15 വർഷത്തിന് മുമ്പേ ഞാൻ ഈ ജോലിയിൽ ഇവിടെ പ്രവേശിക്കുമ്പോൾ കേരളത്തിൽ 2-3 ആശുപത്രികളിലാണ് ഈ ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ എന്ന വിഭാഗം ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ കോഴിക്കോട് തന്നെ എനിക്ക് തോന്നുന്നു
ഒരു 4-5 ആശുപത്രികളിൽ ഈ ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ സംവിധാനങ്ങളുണ്ട്. ഈ കണ്ണൂർ പോലെയുള്ള സെക്കൻഡ് ടയർ സിറ്റീസ്, അത് വടകര, ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ തലശ്ശേരി, അവിടെയൊക്കെ ഈ ICU സംവിധാനങ്ങൾ വരുന്ന ഒരവസ്ഥയുണ്ടായി. ഇപ്പോൾ കേരളത്തിൽ ഈ ഗവൺമെൻറ് ആശുപത്രികളിൽ ഇപ്പോഴും ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ആകെ കോട്ടയം മെഡിക്കൽ കോളേജിലും അതേപോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും മാത്രമാണ് ക്രിട്ടിക്കൽ കെയർ ഉള്ളത്. ബാക്കി ഗവൺമെൻറ് ആശുപത്രികളിലൊന്നുമില്ല. ബാക്കി പ്രൈവറ്റ് പ്രധാന ആശുപത്രികളൊക്കെ തന്നെ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ തുടങ്ങി. അതിനേക്കാൾ ഉപരി ജനങ്ങൾ ഈ നിപ്പയുടെ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു 2018 നിപ്പ അതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ എന്ന ഒരു വിഭാഗത്തെപ്പറ്റി ജനങ്ങളും അതിനെപ്പറ്റി മനസ്സിലാക്കാൻ തുടങ്ങി. ഇപ്പോൾ ഒരു ICUവിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരാണ് രോഗിയെ നിരീക്ഷിക്കുന്നത്, ഇവിടെ ഈ ICU ട്രീറ്റ്മെൻറ്റിൽ വൈദഗ്ധ്യൻ ലഭിച്ച ക്രിട്ടിക്കൽ കെയർ ഫിസിഷ്യൻ അല്ലെങ്കിൽ നമ്മൾ ഇൻറ്റൻസിവിസ്റ്റ് എന്ന് പറയും, അത്തരം ഡോക്ടർമാരുണ്ടോ എന്നൊക്കെ ഉള്ളത് ജനങ്ങൾ അങ്ങോട്ടേക്ക് അന്വേഷിക്കുന്ന ഒരു സ്ഥിതി വരെയുണ്ടായി. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലേക്ക് ഇപ്പം കേരളത്തിൽ ഈ ഒരു ചികിത്സാ വിഭാഗം വളരുകയും അതുകൊണ്ട് തന്നെ ഈ ഗുരുതരാവസ്ഥയിലുള്ള പല രോഗികളും ഈ നമ്മളെ ഈ രോഗവിമുക്തിയിലേക്ക് വരുന്നൊരു സ്ഥിതി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ മുമ്പ് ചോദിച്ച ഈ ട്രയാജ് സിസ്റ്റത്തെക്കുറിച്ചൊന്ന് വിശദമായി പറയാമോ? എങ്ങനെയാണ് അതിൽ നിന്നും ക്രിട്ടിക്കൽ കെയറിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന്? ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു രോഗി ആദ്യം തന്നെ വരുന്നത് ICUവിലേക്കല്ല. ഗുരുതരാവസ്ഥയിലുള്ള രോഗിയാണെങ്കിലും ആദ്യ രോഗി വരുന്നത് ആ ഹോസ്പിറ്റലിലുള്ള എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്, അതല്ലെങ്കിൽ അത്യാഹിത വിഭാഗത്തിലാണ്. അത്യാഹിത വിഭാഗത്തിൽ രോഗി വരുന്ന സമയത്ത് തന്നെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ അല്ലെ എമർജൻസി മെഡിക്കൽ സർവീസ് സ്റ്റാഫ് ഉണ്ടാവും. EMS സ്റ്റാഫ് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ അവരാണ് ഈ രോഗിയുടെ ഈ രോഗലക്ഷണങ്ങളുടെയും മറ്റ് ഈ ആരോഗ്യ നിലവാരത്തിൻ്റെ ഒക്കെ അനുസരിച്ചിട്ട് അവരെ ഈ നമ്മൾ പല കാറ്റഗറി ആയിട്ട് പ്രയോറിറ്റി 1, 2, 3 ഇതൊക്കെ പറഞ്ഞ് നമ്മൾ പല കളറിങ് കോഡിൽ ഇതാക്കും. അതനുസരിച്ച് എവിടേക്കാണ് രോഗി പോകേണ്ടതെന്നുള്ളത് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ അവർ തീരുമാനിക്കുകയും അതനുസരിച്ചുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കെയർ കൊടുക്കുകയും അത്യാവശ്യത എത്ര പെട്ടെന്ന് രോഗിയെ സ്റ്റെബിലൈസ് ചെയ്യുന്ന കാര്യങ്ങളാണ് എമർജൻസി മെഡിസിനിൽ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചില രോഗികൾ ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ രോഗിയെ ചിലപ്പോൾ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. വേറെ ചില രോഗികളെ നമുക്ക് വാർഡിലേക്ക് പ്രവേശിപ്പിക്കാൻ പറ്റും. എന്നിട്ടും ഗുരുതരാവസ്ഥയിൽ ഈ ഇനീഷ്യൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടും ഗുരുതരാവസ്ഥയിലുള്ള രോഗികളാണ് നമ്മൾ ICUവിലേക്ക് വരുന്നത്. അപ്പോൾ ICUവിൽ വന്ന ശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലേക്കുള്ള ഈ ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ വിഭാഗം അതിനകത്ത് ഇടപെടുന്നതും നമ്മൾ മറ്റ് വെന്റിലേറ്റർ സംവിധാനം, ഡയാലിസിസ്, നമ്മുടെ ഈ രക്തസമ്മർദ്ദം ക്രമീകരിക്കാനുള്ള മറ്റ് ചികിത്സാ രീതികൾ, അതിനേക്കാളൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പോൾ നമുക്ക് ഈ ശ്വാസകോശത്തിലൊക്കെ തന്നെ വലിയ ഡാമേജ് വന്ന് ഓക്സിജൻ്റെ അളവ് കുറയുക, ഹൃദയത്തിൻ്റെ പ്രവർത്തനം വളരെ മോശമാവുക, അപ്പോൾ ECMO സംവിധാനങ്ങൾ, അങ്ങനെ മറ്റ് പല രീതിയിലുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ജീവൻ നിലനിർത്താൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഈ സാഹചര്യമുണ്ട്. അത് ഒരു ഡോക്ടർ മാത്രം ചെയ്യുന്നതല്ല, ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് ചെയ്യുന്നതാണ്. ഇപ്പം ഞാൻ തന്നെ വർക്ക് ചെയ്യുന്ന കോഴിക്കോട് ആശ്രം മിംസിൽ എൻ്റെ കൂടെ തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം 15ഓളം ഡോക്ടർമാരുണ്ട്. അതുകൂടാതെ ഏകദേശം ഒരു 80ഓളം ഈ ICU ട്രെയിൻഡ് ആയിട്ടുള്ള നേഴ്സസ് ഉണ്ട്. അതുകൂടാതെ നമുക്ക് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് എന്ന് പറയും, വെന്റിലേറ്ററിൻ്റെ ഈ മറ്റ് സംവിധാനങ്ങളൊക്കെ തന്നെ മുഴുവൻ സമയവും നിരീക്ഷിക്കാനും അതനുസരിച്ചുള്ള വ്യത്യാസം വരുത്തുന്ന ആൾക്കാരാണ് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്. അതേപോലെ തന്നെ ICU ഈ ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്. നമുക്ക് ICUവിൽ ഒരു രോഗി പ്രവേശിപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ അത് റിക്കവറിക്ക് ഫിസിയോതെറാപ്പി റീഹാബിലിറ്റേഷൻ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഫുൾ ടൈം ആയിട്ടുള്ള ഫിസിയോതെറാപ്പിസ്റ്റ്. മരുന്ന് പോലെ തന്നെ ഗുരുതരാവസ്ഥയിലുള്ള രോഗിക്ക് ഭക്ഷണവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് കൃത്യമായ രീതിയിലുള്ള ഈ ഭക്ഷണമൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ന്യൂട്രീഷനിസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റീഷ്യൻ എന്ന് പറയുന്ന രീതിയിൽ അവർ ഫുൾ ടൈമായിട്ട് ICUവിൽ ഉണ്ടാവും. അപ്പോൾ ഇവരൊക്കെ തന്നെ ഒരു കോമ്പിനേഷനാണ് ICUവിൽ, ഒരു ടീം വർക്കാണ്. അതേപോലെ തന്നെ ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ഉണ്ട്. നമുക്കധികം പരിചയമില്ലാത്ത മറ്റൊരു വിഭാഗമാണ്. ഓരോ രോഗികളും നമ്മൾ ആ ഡോസ് കൃത്യമായിട്ടാണോ, ഈ പല മരുന്നുകൾ ഒരുമിച്ച് കൊടുക്കുമ്പോൾ വേറെ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടോ, അല്ല ഏത് രീതിയിലാണ് ഈ മരുന്നുകളൊക്കെ നമുക്ക് ഡൈല്യൂട്ട് ചെയ്യേണ്ടത്, ഇതൊക്കെ നോക്കുന്നത് ക്ലിനിക്കൽ ഫാർമസിസ്റ്റാണ്. അതേപോലെ തന്നെ ഈ കൾച്ചറൊക്കെ വരുന്ന സമയത്ത്, അണുബാധ വരുന്ന സമയത്ത് അത് അണുബാധ വരാതെ ഇരിക്കാൻ എന്തൊക്കെ ചെയ്യണം, എത്രയും പെട്ടെന്ന് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം, അതൊക്കെ ഒരു ക്ലിനിക്കൽ മൈക്രോബയോളജിസ്റ്റിൻ്റെ ഒരു ഇടപെടലോടുകൂടിയാണ് ചെയ്യുന്നത്. ഇവരൊക്കെ അടങ്ങിയ ഒരു ടീമാണ് ക്രിട്ടിക്കൽ കെയർ മെഡിസിനിൽ രോഗിയെ ചികിത്സിക്കുന്നത്. അതും അതേപോലെ തന്നെ നമുക്കൊരു OPയിൽ നോക്കുന്ന സമയത്ത് പകൽ മാത്രം നോക്കിയാൽ മതി. ഇത് നമുക്ക് ഗുരുതരമായിട്ടുള്ള രോഗി പകലാണോ രാത്രിയാണോ വരുന്നതെന്നല്ല. അപ്പോൾ 24 മണിക്കൂറും ഈ ഡോക്ടർമാരുടെയും ഞാൻ നേരത്തെ പറഞ്ഞ മറ്റ് ഈ നഴ്സസിൻ്റെയും മറ്റ് ഈ സ്റ്റാഫുകളിലൊക്കെ പ്രവർത്തനം ICUവിൽ വേണം. അപ്പോഴാണ് നമുക്കൊരു ഗുരുതരാവസ്ഥയുള്ള രോഗിയെ നമ്മുടെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ.
ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ നിരവധി പേരുടെ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ അതൊരു ക്രിട്ടിക്കൽ ടീം വർക്കാണ്. ടീം അതൊരു വർക്കാണ്. ഡോക്ടറോ അല്ലെങ്കിൽ ഒരു നേഴ്സോ മാത്രം ഉള്ളതല്ല. അതൊരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ്. അതിനകത്ത് ഈ ക്രിട്ടിക്കൽ കെയർ ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടറുണ്ട്. അതിനാണ് ക്രിട്ടിക്കൽ കെയർ ഫിസിഷ്യൻ എന്ന് പറയും. അല്ലെങ്കിൽ ഇൻറ്റൻസീവ് കെയറിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ ഇൻറ്റൻസിവിസ്റ്റ് എന്ന് പറയും. അവർ ഒരു ടീം ഉണ്ടാവും. അതിൻ്റെ കൂടെ ക്രിട്ടിക്കൽ കെയർ നേഴ്സ് ഉണ്ടാവും. നേഴ്സിംഗ് കഴിഞ്ഞിട്ട് ICUലെ രോഗികളെ പരിചരിക്കുന്നതിൽ പ്രത്യേക ഈ പ്രാവീണ്യം ശ്രദ്ധിച്ച നേഴ്സസ് ഉണ്ടാവും. അവരെ ക്രിട്ടിക്കൽ കെയർ നേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്, ഈ ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ്, ICU ഫിസിയോതെറാപ്പിസ്റ്റ്, ഇവരെല്ലാം കൂടെയുള്ള ഒരു ടീമാണ് രോഗിയെ പരിചരിക്കുന്നത്. അത് കൂടാതെ തന്നെ നമ്മളിപ്പോൾ ഒരു ഈ ന്യൂറോളജിക്കൽ സംബന്ധമായൊരു രോഗമാണെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ന്യൂറോളജിസ്റ്റിൻ്റെ ഒപ്പീനിയൻ എടുക്കും. ഹൃദയ സംബന്ധമായ പ്രോബ്ലം ഉള്ളതാണെങ്കിൽ ഈ കാർഡിയോളജിസ്റ്റിൻ്റെ, അത് ഓരോ സ്പെഷ്യാലിറ്റിയിലും നമ്മൾ ഇതിൻ്റെ ഒരു ടീമിനെ കൂടാതെ ആ രോഗിക്ക് വേറെ ഏതൊക്കെ ചികിത്സയോ ഒപ്പീനിയനോ ആണ് ആവശ്യമുള്ളത് ആ വിഭാഗത്തിലെ ഡോക്ടർമാരെയും കൂടെ എല്ലാം ഒരു കോർഡിനേറ്റ് ചെയ്താണ് ICUവിൽ ചികിത്സ നടത്തുന്നത്. അത് എല്ലാ ഇപ്പോൾ ഒരു പ്രസവ സംബന്ധമായ ഒരു രോഗി ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു റോഡ് ട്രാഫിക് ആക്സിഡൻറ്റിൻ്റെ ഭാഗമായിട്ട് രോഗി ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നു, സ്ട്രോക്കിൻ്റെയോ ഹൃദയാഘാതത്തിൻ്റെയോ ഭാഗമായിട്ട് രോഗി ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നു. ഇപ്പോൾ നമുക്കറിയാം പല രീതിയിലുള്ള പകർച്ചപ്പനികളുള്ളതാണ്. ഡെങ്കി, എലിപ്പനി, അങ്ങനെ പല രീതിയിലുള്ള പനി, ടൈഫോയിഡ് പനി. അപ്പോൾ പനി അങ്ങനത്തെ എന്തെങ്കിലും ഭാഗമായിട്ട് ബുദ്ധിമുട്ട് വരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ വാതരോഗം എന്തെങ്കിലും ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ രോഗികളെയും ചികിത്സിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ക്രിട്ടിക്കൽ കെയർ ICUകളിൽ ഉണ്ടാവുക. അതിന് നമ്മൾ MD-ICU അല്ലെങ്കിൽ മൾട്ടി ഡിസിപ്ലിനറി ICU എന്നാണ് പറയുക. ഈ പല വിഭാഗത്തിലുള്ള രോഗികളെയും നമുക്ക് ഇതേ രീതിയിൽ ചികിത്സിക്കുന്ന സംവിധാനം, അതാണ് മൾട്ടി ഡിസിപ്ലിനറി ICU എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വ്യക്തിപരമായ ഡോക്ടർക്ക് ഇപ്പം വളരെയധികം നിങ്ങൾ മുഴുവൻ ടീമും ഇടപെട്ട് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പോയി, പക്ഷേ നിർഭാഗ്യവശാൽ അത് സാധിച്ചില്ല. അപ്പം ഇത്തരം അവസ്ഥകൾ എങ്ങനെയാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത്? അപ്പോൾ മാനസികമായ ഡോക്ടറിന് അത്തരം വിഷമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ടോ? തീർച്ചയായിട്ടും എല്ലാവരും നമ്മൾ ഡോക്ടർമാരാണെങ്കിലും ICUവിലെ ഡോക്ടർമാരാണെങ്കിലൊക്കെ എല്ലാവരും മനുഷ്യരാണ്. നമുക്ക് എല്ലാവർക്കും മനസാക്ഷിയുണ്ട്. തീർച്ചയായിട്ടും അത്തരം രോഗികൾ വരുമ്പോൾ നമുക്കത് പ്രത്യേകിച്ച് ചില രോഗികൾ നമ്മളായിട്ട് വളരെ അടുത്ത രീതിയിലേക്ക് അവർ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ പോകും. പ്രത്യേകിച്ച് വളരെ പ്രായം കുറഞ്ഞ എല്ലാ രോഗികൾ, അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ നമുക്ക് ഈ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും കൃത്യമായ രോഗനിർണയം നടത്തിയിട്ടും നമുക്ക് പറ്റുന്ന ലോകത്തിലെ ഏറ്റവും നല്ല ചികിത്സ കൊടുത്തിട്ടൊക്കെ രക്ഷപ്പെടാത്ത അവസ്ഥ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും വിഷമം ഉണ്ടാവും. പക്ഷെ അതൊരു അളവ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ICU തന്നെ 31 രോഗികളുണ്ട്. അപ്പോൾ അതിനകത്ത് എത്ര നല്ല ചികിത്സ കൊടുത്തു കഴിഞ്ഞാലും ചില രോഗികളൊക്കെ മരണപ്പെടും. അപ്പോൾ അതിനൊക്കെ തന്നെ ഒരു പരിധി കൂടുതൽ നമ്മളെ വിഷമിക്കാൻ പോയി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമ്മളെ ഒരു മാനസിക നിലയെ ബാധിക്കുകയും നമുക്ക് അടുത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഒരു എഫിഷ്യൻസീനെ അത് ബാധിക്കുകയും ചെയ്യും. അതെനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓവർ ദ ഇയേഴ്സ് നമ്മളൊക്കെ അതനുസരിച്ച് ട്രെയിൻഡ് ആവും. ഇപ്പോൾ ഒരു യുദ്ധമേഖലയിലുള്ള ഒരു പട്ടാളക്കാരൻ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരാൾ മരിച്ചു വീഴുമ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും വിഷമം ഉണ്ടാവുമെങ്കിലും അദ്ദേഹം അത് കണ്ടിട്ട് അവിടെ യുദ്ധം നിർത്താറില്ല. അദ്ദേഹം അതിൻ്റെ കൂടെ തന്നെ കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോവുകയാണ് ചെയ്യുക. അപ്പോൾ അതേ രീതിയിലുള്ള ഒരു മാനസികാവസ്ഥ തീർച്ചയായിട്ടും ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ, അത് ഡോക്ടർ ആവണമെന്നില്ല, ഈ എമർജൻസി സാഹചര്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അവർ വർഷങ്ങൾ കൊണ്ട് ആർജിക്കുന്ന ഒരു കാര്യമാണത്. അപ്പം ഈ സ്ട്രെസ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഡോക്ടർമാർക്ക് അങ്ങനെ പ്രത്യേക പ്രോട്ടോക്കോളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോട്ടോക്കോൾ ഉള്ളതായിട്ട് അറിയില്ല. ചില ആൾക്കാർ അത് കൂടുതൽ സ്ട്രെസ്സിലേക്കും ബുദ്ധിമുട്ടിലേക്കും ഒക്കെ പോവാറുണ്ട്. പക്ഷേ നമുക്ക് ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞ ഞാൻ 24 മണിക്കൂറും ICUവിൽ മാത്രം ജീവിക്കുന്ന ആളല്ല. നമുക്ക് അതിൻ്റേതായ മറ്റ് നമ്മുടെ ഈ ഓരോ നമുക്ക് താല്പര്യമുള്ള മേഖലകളും കൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി കൊണ്ട് നടക്കുക എന്നുള്ളതാണ്. നമുക്കത് ഏത് മേഖലയിലും പോലെ തന്നെ ഈ ആരോഗ്യരംഗത്തും ചെയ്യാൻ പറ്റും. അത് ICUവിലെ ഡോക്ടർക്ക് മാത്രമാണ് സ്ട്രെസ്സൊന്നും ഞാൻ പറയുന്നില്ല. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് പൊതുവെ മറ്റു മേഖലയെ അപേക്ഷിച്ചിട്ട് സ്ട്രെസ്സ് കൂടുതലാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അറിയാം, നമുക്ക് പല രീതിയിലുള്ള നമ്മൾ കൃത്യമായ ജോലി ചെയ്ത് കഴിഞ്ഞാലും രോഗിക്ക് എന്തെങ്കിലും താങ്കൾ സൂചിപ്പിച്ച പോലെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ പല രീതിയിലുള്ള വിമർശനങ്ങൾ വരാം. അപ്പോൾ അതൊക്കെ ചിലപ്പം വിഷമം ഉണ്ടാക്കാം, സ്ട്രെസ് ഉണ്ടാക്കാം. അതൊക്കെ നമ്മൾ അതിജീവിക്കാൻ ഓരോരുത്തരും മെല്ലെ മെല്ലെ അത് പഠിച്ചു വരിക എന്നുള്ളതാണ് ഈ മേഖലയിൽ ഉണ്ടാകുന്ന ആൾക്കാർക്കൊക്കെ സംഭവിക്കാറ്. ഡോക്ടർ, അതുപോലെ നിലവിൽ കേരളത്തിൽ ഒരു മഴക്കാലമാണ്. ഏകദേശം മഴ പെയ്തു, വെള്ളമൊക്കെ ഇറങ്ങി, ആൾക്കാർ തിരിച്ച് വീട്ടിലേക്ക് പോയി തുടങ്ങി.
ഇപ്പോൾ കഴിഞ്ഞ 2018 പ്രളയം ഉണ്ടായപ്പോൾ പാമ്പ് വീട്ടിൻ്റെ അലമാരയിൽ വരെ കയറുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പം നിലവിലും മഴക്കാലത്ത് പാമ്പിൻ്റെ മാളങ്ങളിലേക്ക് വെള്ളം കയറുമ്പോൾ പാമ്പ് വീട്ടിലേക്ക് മറ്റൊക്കെ കയറുന്ന ഒരവസ്ഥ, അത്തരം വാർത്തകൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ എന്താണ് പൊതുജനങ്ങൾ പൊതുവെ ഇത്തരം അവസ്ഥകളെ നേരിടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മുന്നൊരുക്കം എന്താണ്? എങ്ങനെയായിരിക്കണം അവരുടെ ഒരു മുന്നൊരുക്കം? അപ്പം അത് ഈ പാമ്പ് ഈ വിഷ ചികിത്സയിലും അതേമാതിരി തന്നെ മറ്റ് കാര്യങ്ങളിലൊക്കെ തന്നെ കേരളം വളരെ മുമ്പോട്ട് പോയി കഴിഞ്ഞു. കാരണം ഒന്ന് നമുക്ക് ഏതെങ്കിലും നമ്മുടെ പണ്ടൊക്കെ നമുക്കറിയാം, ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഉടനടി അതിനെ തല്ലിക്കൊല്ലുക എന്നുള്ളതായിരുന്നു എല്ലാവരും ഉപയോഗിച്ചിരുന്ന രീതി. ഇപ്പം അങ്ങനെയല്ല. നമുക്ക് ഒരു സർപ്പ ആപ്പ് എന്ന് പറഞ്ഞ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ ഒരു ആപ്പ് ഉണ്ട്, മൊബൈൽ ആപ്പ് ഉണ്ട്. അതേ രീതിയിൽ തന്നെ സ്നേക്ക് റെസ്ക്യൂവേഴ്സ് ഉണ്ട്. ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ സർട്ടിഫൈ ചെയ്ത ആൾക്കാർ. അവരെ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഓരോ പ്രദേശത്തും ലഭ്യമാണ്. അവരായിട്ട് ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അവർ തന്നെ ആ പാമ്പിനെ അവിടെ നിന്ന് പിടിച്ച് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും നമുക്കൊരു അപകടം വരാത്ത രീതിയിൽ അവർ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതാണ് നമുക്ക് ഫസ്റ്റ് ഫേസിൽ ചെയ്യേണ്ടത്. അതല്ലാതെ നമ്മളതിനെ അതിനെ അടുത്തേക്ക് പോയി കൂടുതൽ അപകടം വരുത്തുന്നതിൽ കാര്യമില്ല. അതേപോലെ നമുക്കിതൊക്കെ ചെയ്തിട്ടും എന്തെങ്കിലും ഈ അബദ്ധവശാൽ ഈ പാമ്പ് കടി ഏൽക്കുകയാണെങ്കിൽ തന്നെ അതിനുള്ള ചികിത്സാ സംവിധാനങ്ങൾ കേരളത്തിലെ ചെറിയ ആശുപത്രികളിൽ പോലും കൃത്യമായി ലഭ്യമാണ്. അപ്പോൾ അത് ലേറ്റ് ആക്കാത്ത രീതിയിൽ എത്രയും പെട്ടെന്ന് കൃത്യമായ ചികിത്സാ രീതി അവലംബിക്കുക എന്നുള്ളതാണ് നമുക്ക് അടുത്തത് ചെയ്യാൻ പറ്റുക. ഡോക്ടർ ആസ്റ്റർ മിംസിലെ സ്നേക്ക് ബൈറ്റ് യൂണിറ്റിൻ്റെ തലവൻ കൂടിയാണ്. ഒരു പാമ്പ് കടിച്ചാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അല്ല, അതിൻ്റെ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കടി കിട്ടിയ ഭാഗം നമ്മൾ അധികം ഇളക്കാതെ വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ ആ ഭാഗത്ത് വീണ്ടും നമ്മൾ മുറി ഉണ്ടാക്കി, പണ്ടൊക്കെ പല വീഡിയോയിലൊക്കെ കാണുന്നുണ്ടാവും, കടിച്ച് വിഷമെടുക്കുക അല്ലെങ്കിൽ മുറി ഉണ്ടാക്കി വിഷമെടുക്കുക. അങ്ങനെ എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും അത് കൂടുതൽ അണുബാധ ഉണ്ടാക്കാനും ആ ഭാഗത്തെ ഈ കോശങ്ങൾക്ക് കൂടുതൽ തകരാറ് സംഭവിക്കാൻ മാത്രമേ കാര്യം ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ കടി കിട്ടിയതിൻ്റെ ഒരു ജോയിൻ്റ് മുകളിലായിട്ട് നമുക്ക് വീതി കൂടിയ ഒരു തുണി, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ തോർത്തൊക്കെ ഈ മടക്കിയിട്ടുള്ള രീതിയിൽ കെട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഈ ബ്ലഡിലേക്ക് പെട്ടെന്ന് കയറുന്നത് ഒരു പരിധി വരെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. പക്ഷെ അത് ചെറിയ തുണി, വീതി കുറഞ്ഞ തുണി കൊണ്ട് കട്ടിയിൽ വളരെ ടൈറ്റായിട്ട് കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗത്തേക്കുള്ള രക്തോട്ടം കുറയുകയും അത് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് അധികം കട്ടിയാക്കാതെ നമുക്കൊരു 2 വിരലുള്ളിലൂടെ ഇടാൻ പറ്റുന്ന രീതിയിൽ നമ്മളതിനെ അത് ഇതേ രീതിയിൽ ടോർണിക്ക് അപ്ലൈ ചെയ്യുക എന്ന് പറയും. നമുക്കതാണ് ആദ്യം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിനുശേഷം എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഈ ആൻറ്റി സ്നേക്ക് വെനം കൊടുക്കാൻ സംവിധാനമുള്ള, ഇതിനെ ചികിത്സിച്ച് പരിചയമുള്ള ഡോക്ടർമാരുള്ള സ്ഥലത്തേക്ക് രോഗിയെ എത്തിക്കുക എന്നുള്ളതാണ് രണ്ടാമത് ചെയ്യുക. അവിടെ നിന്ന് അവർ പരിശോധിച്ചിട്ട് വിഷബാധ ഏറ്റിട്ടുണ്ടെങ്കിലാണ് മറ്റ് ചികിത്സയിലേക്ക് കടക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിപ്പയ്ക്ക് തന്നെ ആദ്യം തോന്നിയത് അതൊരു മസ്തിഷ്ക ജ്വരമാണെന്നാണ്. മഴക്കാലത്ത് മസ്തിഷ്ക രോഗങ്ങളും കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. അപ്പം അതിൻ്റെ ഒരു പ്രതിവിധി. മസ്തിഷ്ക ജ്വരം എന്തോ നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പിന്നെ എൻ്റെ ICUലൊക്കെ വരുന്ന കേസുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ മസ്തിഷ്ക ജ്വരത്തിൻ്റെ എണ്ണം വലിയ രീതിയിലേക്ക് കൂടിയതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നേരെ മറിച്ച് ഈ വയറിളക്ക രോഗങ്ങളാണ് വളരെ കൂടുതലായിട്ടുള്ളത്. ഇന്ന് തന്നെ ഇപ്പം എൻ്റെ ICUയിൽ ഏകദേശം വളരെ ഗുരുതരാവസ്ഥയിൽ പോയി ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥയിലുള്ള അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു 3 രോഗികളെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് വയറിളക്ക രോഗമാണ് ഇപ്പോൾ വളരെ കൂടുതലായിട്ട് കേരളത്തിൽ വ്യാപിക്കുന്ന ഒരു രോഗം. തീർച്ചയായിട്ടും നമ്മളത് ശുദ്ധീകരിച്ച അല്ലെങ്കിൽ നമ്മൾ ചൂടാക്കി തണുപ്പിച്ച വെള്ളം കുടിക്കുക, അതേപോലെ കൈ വൃത്തിയായി സൂക്ഷിക്കുക, തിളപ്പിച്ചാറ്റിയ ഭക്ഷണം മാത്രം ഉപയോഗിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത് മഞ്ഞപ്പിത്തം വലിയ രീതിയിൽ, പ്രത്യേകിച്ച് ഹെപ്പറ്റൈറ്റിസ് എ വലിയ രീതിയിലേക്ക് പടർന്ന് പിടിക്കുന്നുണ്ട്. അതും ഇതേ രീതിയിൽ തന്നെ ഈ ശുദ്ധമല്ലാത്ത കുടിവെള്ളത്തിലൂടെയാണ് അതും, അല്ലെങ്കിൽ മലിനമായ ഈ കുടിവെള്ളത്തിലൂടെയാണ് അതും വ്യാപിക്കുന്നത്. തീർച്ചയായിട്ടും അതിനും ഈ പറഞ്ഞ രീതിയിലുള്ള ശുദ്ധമായ വെള്ളം അല്ലെങ്കിൽ ഈ തിളപ്പിച്ചാറ്റിയ വെള്ളം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിനേക്കാളൊക്കെ ഇപ്പം ഒരു 2 ആഴ്ചയായിട്ട് ഏറ്റവും അധികം പടർന്ന് പിടിക്കുന്നത് ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന കോവിഡിന് സമാനമായ മറ്റൊരു വൈറസാണ്. നമ്മൾ ജലദോഷപ്പനി എന്നൊക്കെ പറയുന്ന രീതിയിലേക്കുള്ള സിംറ്റംസുമായിട്ട് തൊണ്ടവേദന, ദേഹത്ത് വേദന, പനിയായിട്ടാണ് തുടങ്ങുന്നതെങ്കിലും അതൊരു രോഗിയിൽ നിന്ന് വേറൊരു രോഗിയിലേക്ക് വേഗം വ്യാപിക്കുകയും പ്രായക്കൂടുതലും ഈ പ്രതിരോധ ശക്തി കുറവുള്ള ആൾക്കാരിലേക്കും ഗർഭിണികളിലേക്കും മുമ്പ് ശ്വാസകോശത്തിനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരിലേക്കും അല്ലെങ്കിൽ ശ്വാസസംബന്ധമായ രോഗമുള്ള ആൾക്കാരിലേക്കൊക്കെ തന്നെ ഈ രോഗം വരുമ്പോൾ അത് കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ
കൂടുതലായിട്ട് കാണുന്നത്. ഇതിൻ്റെ കൂടെ എലിപ്പനി, പ്രത്യേകിച്ച് നമുക്കറിയാം ഈ വെള്ളപ്പൊക്കമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം വരുന്നതാണ് എലിപ്പനി. അതേപോലെ തന്നെ കൊതുകിൻ്റെ അളവൊക്കെ കൂടുന്നതുകൊണ്ട് ഡെങ്കിപ്പനി ഇപ്പോൾ വളരെ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. വെള്ളം ശുചിയല്ലാതായിരിക്കുമ്പോൾ ടൈഫോയിഡ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. ഇപ്പോൾ ഈ അതോടൊപ്പം തന്നെയാണ് ഈ നായ ശല്യം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ. നായ കടിച്ചാൽ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഈ പേ വിഷബാധയും ഇപ്പോൾ വളരെ എനിക്ക് തോന്നുന്നു നമ്മൾ കൂടുതൽ കാണുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കെയർ കൊടുക്കുന്നതുകൊണ്ടായിരിക്കാം. പേ വിഷബാധയും നമ്മൾ നായ്ക്കളെ എണ്ണം, ഈ തെരുവ് പട്ടികളുടെ എണ്ണം കൂടുന്നതുകൊണ്ടാവാം കേസ് കൂടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഒരു കടി ഏറ്റു കഴിഞ്ഞാൽ ആ വൂണ്ട് കെയർ ആണ് ഫസ്റ്റ്. മുറിക്ക് നമ്മൾ കൃത്യമായ രീതിയിലുള്ള പരിചരണം കൊടുക്കുക. അപ്പോൾ അതൊരു ടാപ്പ് വാട്ടറിൽ, അതായത് നമ്മൾ ഈ ഒഴുക്കുള്ള, അതായത് ടാപ്പ് തുറന്ന് വെച്ച ശേഷം സോപ്പ് ഉപയോഗിച്ച്, സോപ്പ് ലായനി ഉപയോഗിച്ചുകൊണ്ട് ആ മുറി ഒരു 5 മിനിറ്റ് വൃത്തിയായിട്ട് കഴുകുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കടിയിലൂടെ ഈ വൈറസ് മുറിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആ വൈറസിൻ്റെ അളവിനെ ഒരു പരിധി വരെ പ്രതിരോധിക്കാൻ കൃത്യമായ രീതിയിലുള്ള വൂണ്ട് കെയറിന് സാധിക്കും. അത് കഴിഞ്ഞ ശേഷം നമുക്കതിന് 2 രീതിയിലുള്ള ആ വൂണ്ടിൻ്റെ മുറിയുടെ കാഠിന്യം അനുസരിച്ച് ഒന്നുകിൽ പേ വിഷബാധയ്ക്കെതിരെയുള്ള റാബീസ് വാക്സിൻ എടുക്കണം. അതല്ലെങ്കിൽ അതിൻ്റെ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഉണ്ട്. 2 ടൈപ്പുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ ഉണ്ട്. ഈ മൃഗങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്ന ബൊവൈൻ ഇമ്മ്യൂണോഗ്ലോബുലിനുണ്ട്, അതേപോലെ തന്നെ ഈ ഹ്യൂമൻ ഇമ്മ്യൂണോഗ്ലോബുലിനുണ്ട്. HRIG എന്ന് പറയും, ഹ്യൂമൻ റാബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. അപ്പോൾ അത് നമുക്ക് ഇമ്മ്യൂണോഗ്ലോബുലിൻ ചില സമയത്ത് മുറിവിൽ ഉപയോഗിക്കേണ്ടതായി വരും. പിന്നീട് നമ്മളൊരു ഷെഡ്യൂൾ അനുസരിച്ചുള്ള വാക്സിനും കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടി വരും. അത് ഉപയോഗിക്കുന്ന ഈ വൂണ്ട് കെയറിലും ഈ ഇമ്മ്യൂണോഗ്ലോബുലിനും ഈ വാക്സിൻ എടുക്കുന്നതിലും നമ്മൾ ഡിലേ വരുത്താതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ പിന്നെ മറ്റൊരു ജീവിതശൈലി രോഗമായി സ്ട്രോക്ക് വളരെയധികം കൂടി വരുന്നുണ്ട്, കൂടുതലും ചെറുപ്പക്കാരിൽ ഉൾപ്പെടെ. അപ്പം നമ്മുടെ അടുത്തിരിക്കുന്ന ആൾക്ക് തന്നെ സ്ട്രോക്കിൻ്റെ പല ലക്ഷണങ്ങളും കാണുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കാതെ പോകുന്നു. അപ്പം ഒരു സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ്? അപ്പം ഏത് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുമ്പോഴാണ് അദ്ദേഹത്തെ പെട്ടെന്നൊരു വൈദ്യ ചികിത്സയ്ക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകേണ്ടത്? ഇത് നമുക്ക് പലർക്കും കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് സ്ട്രോക്ക് ഒരു ഭാഗം തളർന്നു പോവുക, അല്ലെങ്കിൽ സംസാരശേഷി നഷ്ടപ്പെടുക, അത് കാണുമ്പോൾ പലർക്കും അത് സ്ട്രോക്കാണെന്ന് തിരിച്ചറിയാനും ഉടനടി തന്നെ ചികിത്സയ്ക്ക് പോകാനും അറിയാം. പക്ഷേ കൈക്കൊക്കെ ചെറിയ തരിപ്പ്, ചെറിയ രീതിയിലുള്ള ശക്തിക്കുറവ്, അല്ലെങ്കിൽ ഒരു ഭാഗത്തേക്കുള്ള കാഴ്ചയ്ക്ക് മങ്ങൽ അനുഭവപ്പെടുക, മുഖം ഒരു ഭാഗത്തേക്ക് ഈ ചുണ്ട് കൂടിപ്പോകുന്ന അവസ്ഥ, ഈ സംസാരത്തിൽ വ്യക്തതയില്ലാത്ത അവസ്ഥ, ശക്തമായ തലകറക്കം വരുന്ന അവസ്ഥ, ഇതൊക്കെ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളാവാം. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാലും അതിന് സ്ട്രോക്കിൻ്റെ ഒരു സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് ഉടനടി ഒരു സ്ട്രോക്ക് സെൻ്ററുള്ള ഒരു ആശുപത്രിയുമായിട്ട് നമ്മൾ ബന്ധപ്പെടേണ്ടതാണ്. ഓക്കെ, ഇനി ഒരു വ്യക്തിപരമായൊരു ചോദ്യം ചോദിക്കാം. അത് ഡോക്ടറിൻ്റെ പഠനകാലത്ത് ഡോക്ടർ ഈ റൂറൽ മേഖലകളിലോ മറ്റുമൊക്കെ പ്രവർത്തിക്കണമെന്ന് അങ്ങനെ വിചാരിക്കുകയും, പിന്നീട് ഡോക്ടർ ഇപ്പോൾ നിലവിലൊരു ആസ്ട്രോമിസ് എന്ന് പറയുന്ന ഒരു മൾട്ടി സ്പെഷ്യൽ വളരെ അർബൻ ആയിട്ടുള്ളൊരു സ്ഥലത്താണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഈ പ്രൊഫഷനിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും? തീർച്ചയായിട്ടും അതൊരു ഒരു നല്ല ക്വസ്റ്റ്യനാണ്. ഞാനത് ഇതുവരെ ഇതൊരു പറയാനുള്ള സാഹചര്യം വന്നിട്ടില്ല. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് MBBS പഠിച്ചത്. ഞാൻ സാധാരണ നാട്ടിൻപുറത്തെ ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചിട്ട് വന്ന ആളാണ്. കോഴിക്കോടിന് ഈ കൊയിലാണ്ടിക്കടുത്ത് ഉള്ളേരിയുടെ അടുത്ത് ആനവാതിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. അവിടുത്തെ സാധാരണ ഗവൺമെൻറ് സ്കൂളിലത്തിലാണ് ഞാൻ പഠിച്ചതൊക്കെ തന്നെ. അത് കഴിഞ്ഞ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBS കഴിഞ്ഞ ശേഷം ഞാൻ നിലമ്പൂർ ചുങ്കത്തറ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്, അവിടുത്തെ ഒരു മിഷൻ ഹോസ്പിറ്റലിലാണ് ആദ്യം വർക്ക് ചെയ്തത്. പിന്നീട് അതിൻ്റെ തൊട്ടടുത്തുള്ള എടക്കര എന്ന് പറഞ്ഞൊരു സ്ഥലത്തെ ഒരു ആശുപത്രിയിലാണ് വർക്ക് ചെയ്തത്. എനിക്ക് ഏകദേശം ഒരു 2 വർഷത്തിലധികം ഞാൻ MDക്ക് പോകുന്നതിൻ്റെ മുമ്പേ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് ഈ നിലമ്പൂർ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, അത് ഏകദേശം ഈ ഗൂഡല്ലൂരിൻ്റെ താഴെയായിട്ട്. പക്ഷെ അടുത്തൊരു ഹെൽത്ത് ഫെസിലിറ്റി വരണമെങ്കിൽ അവർക്ക് ഒന്നുമില്ല പെരിന്തൽമണ്ണ, മഞ്ചേരി അല്ലെങ്കിൽ കോഴിക്കോട് എത്തണം. ഇപ്പോഴൊക്കെ റോഡ് പിന്നെയും മെച്ചായി. ഞാൻ അന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 15-20 വർഷം മുമ്പെയാണ് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ തന്നെ ഒരു രോഗി ഗുരുതരാവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ആംബുലൻസിലൊക്കെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ കോഴിക്കോട് എത്താൻ ഏകദേശം 2-2.5 മണിക്കൂർ എത്തും. അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ പലരും എത്താതെ വഴിക്കുന്ന് മരണപ്പെട്ടത് വളരെ ഞാനായിട്ട് ബന്ധപ്പെട്ട അടുത്തറിയുന്ന പലർക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതല്ലേ തന്നെ നമ്മളവിടെ ഒരു ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ ആ സമയത്തൊന്നും തന്നെ അവിടെ വലിയ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഈ ക്രിട്ടിക്കൽ കെയർ സംവിധാനങ്ങളുള്ള ആശുപത്രികളൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യത്തിനുള്ള സംവിധാനങ്ങളുള്ള ആശുപത്രികളേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഈ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കൃത്യമായ കെയർ കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്ന പല രോഗികളും നമ്മുടെ മുമ്പിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഈ
ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തോ യാത്രാമധ്യമോ മരണപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഈ ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ എന്ന് പറയുന്ന ഒരു സ്പെഷ്യാലിറ്റിയിലേക്ക് പോകണം എന്നുള്ള ഒരു ആഗ്രഹം തീർച്ചയായിട്ടും അന്ന് ആ ഗ്രാമീണ മേഖലയിലൊക്കെ വർക്ക് ചെയ്തപ്പോഴാണ് അത് തോന്നിത്തുടങ്ങിയത്. അതേപോലെ തന്നെ എൻ്റെ ഒരു മെഡിസിൻ പ്രൊഫസർ ഉണ്ടായിരുന്നു, ഡോക്ടർ ഈശോ എന്ന് പറയും. കേരളത്തിൽ തന്നെ ഒരു അറിയപ്പെടുന്ന ഫിസിഷ്യനാണ്. അദ്ദേഹമാണ് ഈ ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ എന്ന് പറയുന്ന ഒരു സ്പെഷ്യാലിറ്റീനെ പറ്റി എനിക്ക് പറഞ്ഞു തന്നതും. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാനിത് ഇനി ഏത് രീതിയിലേക്ക് മുമ്പോട്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ, ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജൊക്കെ വിട്ടിട്ട് കോഴിക്കോട് മിംസിൽ ജോയിൻ ചെയ്ത സമയത്താണ് പണ്ടൊക്കെ നമ്മൾ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ച പല രോഗികളും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് കണ്ടത്. അപ്പോൾ ഇതൊരു പുതിയ സ്പെഷ്യാലിറ്റിയാണ്. ഇപ്പോൾ പല കാര്യങ്ങളും നമുക്ക് ഇതിനകത്തൂടെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ അതും തീർച്ചയായിട്ടും ഞാൻ ഇതേ രീതിയിലേക്കൊരു ഈ ഒരു സ്പെഷ്യാലിറ്റിയിലേക്ക് വരാൻ കാരണമായിട്ടുണ്ട്. നമ്മളുമായി ഇത്രയും നേരം അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ അനുഭവങ്ങളും അതോടൊപ്പം തന്നെ വിവിധ രോഗങ്ങൾ എങ്ങനെ മനുഷ്യ ശരീരത്തെ ബാധിക്കുമെന്നും വിശദമായി പറഞ്ഞത് ഡോക്ടർ അനൂപ് കുമാർ AS ആണ്. നന്ദി ഡോക്ടർ.